ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് മുതൽ നമ്മൾ നിൽക്കുന്ന NH-66 വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിന്റെ വർക്കുകളാണ്. നമുക്ക് പോകാം ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ബ്രിഡ്ജ് നമ്മുടെ NH-ന്റെ ഭാഗത്ത് നോക്കുമ്പോൾ കാണുന്ന ആദ്യ ബ്രിഡ്ജും പോർട്ടിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബ്രിഡ്ജുമാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം ഈ രണ്ട് ബ്രിഡ്ജിന്റെയും വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷേ ഇന്റർലോക്കിന്റെ വർക്കുകളാണ് രണ്ടാമത്തെ ബ്രിഡ്ജിന്റെ മുകളിൽ ഇപ്പോൾ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ 17-18ഓളം അപ്ഡേഷൻസ് സൈറ്റിൽ നേരിട്ട് പോയി തന്നെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ രണ്ടാമത്തെ ബ്രിഡ്ജിന്റെ എൻഡ് പോർഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ബ്രിഡ്ജിന്റെ സ്റ്റാർട്ടിങ് തൊട്ടപ്പുറത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം മുതൽ പോർട്ട് വരെ ഏകദേശം 1500 മീറ്റർ ആണുള്ളത്. അപ്പോൾ ടോട്ടൽ ലെന്ത് നമ്മുടെ ലിങ്ക് റോഡിന്റെ ലെന്ത് 1700 മീറ്റർ ആണ്. റിമൈനിങ് ഉള്ള 200 മീറ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രിഡ്ജും ചേർത്ത് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഫ്രീ സർഫസ് ഏരിയ കൂടി ചേർത്തിട്ടാണ് 200 മീറ്റർ ഉള്ളത്. ഈ 200 മീറ്ററിൽ ഞാൻ നിൽക്കുന്ന NH-ന്റെ അണ്ടർപാസിന്റെ മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ NH-ന്റെ അണ്ടർപാസിലേക്കാണ് നമ്മുടെ ഈ ബ്രിഡ്ജിൽ കണക്ട് ചെയ്തിട്ട് അണ്ടർപാസിലേക്കാണ് പോകുന്നത്. ടോട്ടൽ അപ്പോൾ ഇനി വർക്ക് എനിക്ക് തോന്നുന്നു ഈ ബ്രിഡ്ജിന്റെ ലെന്ത് ടോട്ടൽ ഒരു 50 മീറ്റർ ഏകദേശം ലെന്ത് കാണുമെങ്കിൽ ബാക്കിയുള്ള പോർഷൻസ് 150 മീറ്റർ ആണ് ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട 150 മീറ്റർ ആണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടക്കുന്നത്. അത് നമുക്ക് ഈ വീഡിയോ ഒന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് തന്നെയായിരിക്കും നമ്മുടെ ഈ രണ്ടാമത്തെ ബ്രിഡ്ജ് മുതൽ NH-66 അണ്ടർപാസ് വരെ വർക്കുകൾ പുരോഗമിക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പലപ്പോഴും മെസ്സേജിലൂടെ തന്നെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ലിങ്ക് റോഡിലെ ഡീറ്റെയിൽ അപ്ഡേഷൻ ചെയ്യാത്തത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമ്മളെ വീഡിയോ 18ഓളം അപ്ഡേഷനാണ് നമ്മൾ ഈ ലിങ്ക് റോഡിന്റെ അപ്ഡേഷൻ ചെയ്തിട്ടുള്ളത്. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ടറിയാം ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ വർക്കും എടുത്ത് കാണിക്കുന്നത്. കാരണം അത് പോർട്ടിന്റെ പെർമിഷൻ മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ എല്ലാം സെക്യൂരിറ്റി ഉണ്ട്. പോർട്ടിന്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഈ ഭാഗത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനായി സാധിക്കില്ല. രാജ്യത്തിലെ പ്രധാനമന്ത്രി നമ്മുടെ പോർട്ടിലേക്ക് വരുന്നതുകൊണ്ടൊരു ചെറിയൊരു സെക്യൂരിറ്റി റീസൺ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെർമിഷൻ ലഭിച്ചിരുന്നില്ല. നമുക്ക് അടുത്ത മാസം തന്നെ തീർച്ചയായിട്ടും മെയ് 3-ന് ശേഷം നമുക്ക് പെർമിഷൻ ലഭിക്കും. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ അപ്ഡേഷൻ എടുക്കാം. നിങ്ങളെപ്പോലെ എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ട് എത്രത്തോളമാണ് ഇവിടെ വർക്ക് നടക്കുന്നത് എന്നുള്ളത്. അത് കാണാൻ വന്നപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം മാത്രം, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വർക്ക് ഈ ഭാഗത്താണ് മേജർ വർക്കുകളെല്ലാം നടക്കുന്നത്. ഈ വർക്കുകളെല്ലാം ഇനി ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യും. നമ്മുടെ രണ്ടാമത്തെ ബ്രിഡ്ജ് വരെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. 90% മുകളിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടുന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇതാണ് നമ്മുടെ പോർട്ട് മുതൽ നമ്മുടെ NH-66 വരെ ലിങ്ക് ചെയ്യുന്ന ലിങ്ക് റോഡിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ആ മനോഹരമായ വ്യൂ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ പരിചിതമായ വിഷ്വൽ തന്നെയാണ്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പോർട്ടിന്റെ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ നമ്മൾ ഈ ഭാഗത്തും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 5-6 വ്യൂ എന്നാണ് നമ്മുടെ പോർട്ടിന്റെ വർക്ക് അപ്ഡേഷൻ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യൽ സ്ഥിരമായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ഫേസിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഫേസിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ വർക്കുകൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഒരു സംശയം കാണും. എങ്ങനെയാണ് ബ്രേക്ക് വാട്ടറിന്റെ വർക്ക്, ബെർത്തിന്റെ വർക്ക്, എക്സ്റ്റൻഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പലർക്കും സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡീറ്റെയിലൂടെ നമുക്ക് നോക്കാം. നമുക്ക് ഈ വ്യൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായി സാധിക്കും. കാരണം നമുക്ക് സൈഡിലെ ബാർജൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പറയുന്ന ഫീഡർ ബസ്സിലാണ് നമ്മൾ ഈ കാണുന്നത്. ധാരാളം ഫീഡർ ബസ്സിലാണ് ഇപ്പോൾ നമ്മുടെ പോർട്ടിന് പുറത്തുള്ളത്. ജബലലി, വിഴിഞ്ഞം, കൊളംബോ അല്ലെങ്കിൽ ഗൾഫ് മേഖലയും നമ്മുടെ പോർട്ടുമായിട്ട് കണക്ട് ചെയ്ത് ധാരാളം ഫീഡർ ബസ്സിലാണ് ലിങ്ക് ചെയ്തിട്ട് ഓരോ ആഴ്ചയും നമ്മുടെ പോർട്ടുള്ളത്. ഇപ്പോൾ അതുപോലുള്ള 2 ഫീഡർ ബസ്സിൽ ഇപ്പോൾ 2 ടെർമിനലാണ് ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ടെർമിനൽ 1 ആൻഡ് ടെർമിനൽ 2. 2 ടെർമിനലും രണ്ടിലും ഇപ്പോൾ ഫീഡർ ബസ്സിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്പ്ലിറ്റ് ബാർജ്, ഇത് 2 സ്പ്ലിറ്റ് ബാർജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ്, കാരണം നമ്മൾ കാണാൻ പറ്റുന്ന അത് തന്നെയാണ്. ഒന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സ്പ്ലിറ്റ് ബാർജ്, ഒന്ന് പോർട്ടിനകത്ത് ഒരു സ്പ്ലിറ്റ് ബാർജ് ഉണ്ട്. വളരെ മനോഹരമായി പെയിന്റ് ചെയ്ത്, ചുവന്ന കളർ പെയിന്റ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിരിക്കുന്നു ഈ സ്പ്ലിറ്റ് ബാർജ്. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് സ്പ്ലിറ്റ് ബാർജിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സ്പ്ലിറ്റ് ബാർജ് ഈ കാണുന്ന ലോഡ് ഔട്ട് ഓഫ് പ്ലാറ്റ്ഫോം എന്ന് പറയും. നമ്മുടെ ഈ കാണുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഇവിടെ നിന്നാണ് ലോറികളിലേക്ക് ഈ സ്പ്ലിറ്റ് ബാർജിലേക്ക് ഡംപ് ചെയ്യുന്നത്.
ഈ ഡംപ് ചെയ്ത സ്റ്റോൺ നിറഞ്ഞതിന് ശേഷം സ്പ്ലിറ്റ് ബാർജ് മറൈൻ ഡംപിങ് നടത്തും. മറൈൻ ഡംപിങ് എന്ന് പറയുന്ന കടലിലൂടെ പോയിട്ട് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ സൈഡിൽ ഒരു പൊസിഷൻ ബാർജ് അവിടെ ഉണ്ട്. ഈ പൊസിഷൻ ബാർജ് നോക്കി കറക്റ്റ് സൈഡിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ കല്ല് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കടലിലേക്ക് പോകും. അങ്ങനെ ഏറ്റവും അടിത്തട്ടിലേക്ക് കല്ല് വളരെ സാവധാനം പോകും. അങ്ങനെയാണ് ഈ സ്പ്ലിറ്റ് ബാർജിന്റെ ഉപയോഗം. ഇതിപ്പം ഇഞ്ചിനുള്ള സ്പ്ലിറ്റ് ബാർജാണ്. ഇനി ഇഞ്ചിൻ ഇല്ലാത്ത സ്പ്ലിറ്റ് ബാർജും ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ സ്പ്ലിറ്റ് ബാർജിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ 27/1/2021 നിർമ്മിച്ച സ്പ്ലിറ്റ് ബാർജാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏകദേശം 68 മീറ്ററാണ് ഈ സ്പ്ലിറ്റ് ബാർജിന്റെ ലെന്ത്. ബെർത്ത് വരുന്നത് 15 മീറ്ററും ഡെപ്ത് വരുന്നത് 5.4 മീറ്ററുമാണ്. മാക്സിമം ഡ്രാഫ്റ്റ് വരുന്നത് 4.3 മീറ്ററാണ്. 10 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് ഈ സ്പ്ലിറ്റ് ബാർജ് വേഗത്തിലാണ് പോകാനായി സാധിക്കുക. നമ്മൾ ഈ കൺസ്ട്രക്ഷൻ പർപ്പസിനാണ് സ്പ്ലിറ്റ് ബാർജിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇതിന്റെ എഞ്ചിൻ പവർ എന്ന് പറയുന്നത് 2096 കിലോവാട്ടാണ്. RPM 471 ആണ് അതിന്റെ RPM എന്ന് പറയുന്നത്. ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഇഞ്ചിൻ ബിൽഡ് ചെയ്തിട്ടുള്ളത് ബൊട്ടാക്യൂൺ ഈ പറയുന്ന മോട്ടോഴ്സ് ഫ്രാൻസ്. ഇതിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജിന്റെ ഇഞ്ചിൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇത് ഡംപ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിൽ കാണുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും സ്റ്റോണുമായിട്ട് ലോറി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഹെവി സ്റ്റോണാണ് വന്നിട്ടുള്ളത്. ഈ സ്റ്റോണാണ് ഇതിലേക്ക് ഡംപ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴും ഒരു സംശയം എല്ലാവർക്കും വരും, സ്റ്റോണുണ്ട്, സ്പ്ലിറ്റ് ബാർജ് ഉണ്ട്, ഡംപിങ് നടക്കുന്നു. പക്ഷെ വളരെ കുറച്ച് ലോറികൾ, അതായത് ഒരു ലോറിയെ നമുക്കിവിടെ കാണാൻ സാധിക്കുള്ളൂ. ഒരു ലോറിയെ കാണാൻ ഹെവി സ്റ്റോൺ തന്നെയാണ് ഡംപ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോഴും ചോദിക്കും. വർക്ക് സ്റ്റാർട്ട് ചെയ്യാതെ ഈ പറയുന്ന സ്റ്റോൺ ഡംപ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് സംശയം കാണും. പക്ഷേ യഥാർത്ഥത്തിൽ സെക്കൻഡ് ഫേസിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേഷൻ ഞാൻ തരുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും അപ്ഡേഷൻ ഇടാൻ കാരണം പലരും എന്നോട് ചോദിക്കുന്നു സെക്കൻഡ് ഫേസിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് ട്രയൽ റണ്ണാണ് നടക്കുന്നത്. കാരണം ട്രയൽ റൺ അതെങ്ങനെ അറിഞ്ഞു ചോദിച്ചു നമ്മൾ സ്ഥിരമായിട്ട് പോർട്ടിന്റെ അപ്ഡേഷൻ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമായിട്ട് പറയുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഫേസിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ട്രയൽ റണ്ണാണ് നടക്കുന്നത്. വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത സമയമാണെങ്കിൽ ഇങ്ങനെയല്ല ഡംപ് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോകും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാം, പോർട്ട് കാണാൻ വരുന്നവർക്കറിയാം, നമ്മൾ വരുന്ന സമയത്തൊന്നും ചിലപ്പോൾ ഈ സ്പ്ലിറ്റ് ബാർജ് അവിടെ ഉണ്ടായിരിക്കണമെന്നില്ല. കാരണം അത് ട്രയൽ റൺ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് ട്രയൽ റൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബ്രേക്ക് വാട്ടർ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു 1 വർഷമായിട്ട് സ്പ്ലിറ്റ് ബാർജ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ട്രയൽ റൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ സെക്കൻഡ് ഫേസിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്കിലും സ്റ്റാർട്ട് ചെയ്ത ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും വർക്ക് നടക്കുന്നുണ്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ലോറി വന്നിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ഇങ്ങനെയാണ് തരംതിരിച്ചുള്ള സ്റ്റോണുകൾ. ഇപ്പോൾ ഇതിൽ തരംതിരിച്ചൊന്നും അല്ല, ഇതിൽ ചെറുതും വലുതുമായിട്ട് ട്രയൽ റണ്ണായതുകൊണ്ട് പല തരത്തിലുള്ള സ്റ്റോണുകൾ ഇതിനകത്തുണ്ട്. ഇതിപ്പോൾ ഈ ബാർജിലേക്ക് ഡംപ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതുപോലുള്ള 2 ബാർജാണ് നമുക്കുള്ളത്. അപ്പോൾ 2-3 രീതിയിലാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ വർക്കുകൾ നടക്കുന്നത്. കാരണം ഈ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് ലോകത്തിലെ എണ്ണപ്പെട്ട ആഴക്കടൽ പോർട്ടിൽ ഉള്ളതുപോലെ ബ്രേക്ക് വാട്ടറാണ്. കാരണം വളരെ കുറച്ച് പോർട്ട് മാത്രമേ ലോകത്തിലെ എണ്ണപ്പെട്ട ആഴക്കടൽ പോർട്ട് കാണുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ബ്രേക്ക് വാട്ടർ വർക്ക് ചെയ്യുന്നത് ഇതുപോലെ തന്നെയായിരിക്കും. കാരണം ഏകദേശം 18 മുതൽ 24 മീറ്റർ വരെയാണ് നമുക്ക് ഡീപ്പസ്റ്റ് വാട്ടർ പോർട്ട് നമ്മൾ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡീപ്പ് വാട്ടർ പോർട്ട് നമ്മുടെ പോർട്ടാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ എണ്ണപ്പെട്ട പോർട്ടിൽ ലിസ്റ്റിൽ പെടാനുള്ള പോർട്ട് തന്നെയാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം ഫസ്റ്റ് ഫേസിൽ 2960 മീറ്ററാണ് നമുക്ക് ബ്രേക്ക് വാട്ടറിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആ ബ്രേക്ക് വാട്ടറിന്റെ വർക്കിന് ഏകദേശം 57 ലക്ഷം പാറ നമുക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. കാരണം അത്രയും ആഴമാണതിന്. ഇനിയും നമുക്ക് 1000 മീറ്ററാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനിയും ധാരാളം നാച്ചുറൽ സ്റ്റോൺ ആവശ്യമായി വരും. അപ്പോൾ നമുക്ക് അത്രയും നാച്ചുറൽ സ്റ്റോൺ ആവശ്യം വരും. അത് നമ്മൾ ഈ കാണുന്ന റോഡ് മാർഗം ഉണ്ടല്ലോ, ഈ ലോറികളിലെ റോഡ് മാർഗവും പോവും. നമ്മൾ ഈ കാണുന്ന സ്പ്ലിറ്റ് ബാർജ്, ഇഞ്ചിനുള്ള സ്പ്ലിറ്റ് ബാർജ് ഉണ്ട്, ഇഞ്ചിലെ സ്പ്ലിറ്റ് ബാർജ് ഉണ്ട്. ഇനി നമുക്ക് ഈ പറയുന്ന സാധാ ബാർജുകളുണ്ട്. ഇങ്ങനെ ഈ മറൈൻ ഡംപിങ്ങിലൂടെയും നമ്മുടെ ഈ പറയുന്ന റോഡ് മാർഗം പോയിട്ടാണ് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരുന്നത്. ഇനി നടക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധാ ബാർജുകളാണ്, സ്പ്ലിറ്റ് ബാർജ് അല്ല. ഇതിലൂടെയും സ്റ്റോണുകൾ കൊണ്ടുവന്ന് അതിന് ഈ പറയുന്ന സാധാ ബാർജിനെ നമ്മുടെ ഈ പറയുന്ന ഇഞ്ചിൻലെസ് സ്പ്ലിറ്റ് ബാർജ് ആയാലും സാധാ ബാർജ് ആയാലും, സാധാ ബാർജ് വെച്ചാൽ ഇഞ്ചിൻ ഇല്ലാത്ത ബാർജിനെയും നമ്മൾ ചെറിയ ടഗ് ഉപയോഗിച്ച് ടൈ ചെയ്തിട്ടാണ് നമ്മുടെ ഈ പറയുന്ന മറൈനിലൂടെ ഡംപ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കടലിലൂടെ കൊണ്ട് ഡംപ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഡംപ് ചെയ്ത ഒരു ലോറി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ലോറി ഇതുവഴിയാണ് പോകുന്നത്. തൊട്ടപ്പുറത്ത് എവിടെയാണ് പോകുന്നത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കാം. കാരണം തൊട്ടപ്പുറത്ത് ഈ പറയുന്ന വലിയൊരു സ്റ്റോണിന്റെ മല തന്നെ ഉണ്ടാകും, നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. നമുക്ക് അതൊന്ന് ഫോളോ ചെയ്യാം. അതുപോലെ ഈ ലോറി പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രെയിന്
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആക്രോപോഡ് നമ്മുടെ ഈ പറയുന്ന ഈ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിൽ ഫില്ല് ചെയ്തുകൊണ്ടിരുന്ന ആ വലിയ ക്രെയിനാണ്. പലപ്പോഴും നമ്മൾ ആ ക്രെയിനിൻ്റെ ഡീറ്റെയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. എത്ര ഹൈറ്റ് വളരെ ഭംഗിയായിട്ട് വളരെ ഫാസ്റ്റായിട്ട് വർക്കുകൾ മുന്നോട്ട് പോകുന്ന ക്രെയിനുകൾ സൈഡിലേക്ക് മാറ്റിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് ഫേസിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിലവിൽ ഒരു വർക്കും ബ്രേക്ക് വാട്ടർ 2960 മീറ്റർ ഇനി കംപ്ലീറ്റ് ചെയ്യാനില്ല. ഇനി സെക്കൻഡ് ഫേസ് വർക്ക് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് ട്രയൽ റണ്ണാണ് ഇപ്പോൾ നടക്കുന്നത്. പലരും ചോദിച്ചുകൊണ്ടാണ് ഞാനങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ട്രയൽ റൺ മാത്രമാണ് നടക്കുന്നത്. ട്രയൽ റണ്ണിന് വേണ്ടിയാണ് ഈ ലോറികളിലെ സ്റ്റോണുമായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ലോറികളുണ്ട്. പക്ഷേ ഈ പറയുന്ന വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഇങ്ങനെയല്ല ലോറികൾ പോകുന്നത്. നമ്മൾ ഈ കാണുന്ന എഞ്ചിൻലെസ് ബാർജും സ്പ്ലിറ്റ് ബാർജും ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. നമ്മുടെ പഴയ വീഡിയോ ഉണ്ട്, 1 വർഷത്തിന് മുന്നേ ഉള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ അതിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എത്രത്തോളമാണ് ഫാസ്റ്റായിട്ട് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെയും ലോറികളിലൂടെയും എഞ്ചിൻലെസ് ബാർജും സ്പ്ലിറ്റ് ബാർജുകളെയും സ്റ്റോണ് ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന വിഷ്വൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് അപ്ഡേഷനാണ് നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത് ട്രയൽ റണ്ണാണെന്ന് ഞാൻ പറയാൻ കാരണം. നമ്മുടെ മുന്നിൽ ഡംപ് ചെയ്ത ലോറി, അതായത് സ്റ്റോൺ ഡംപ് ചെയ്ത ലോറികളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോർട്ട് ഹൗസ് ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ്. ഈ പോർട്ട് ഹൗസ് ബിൽഡിംഗ് ഇരുന്നിട്ടാണ് നമ്മുടെ STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോണ് തരംതിരിച്ച് ഇവിടെ ധാരാളമായിട്ട് ഡംപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴായിട്ട് പറയും, നമ്മളെപ്പോഴും ഈ സ്റ്റോണ് നമ്മുടെ ഈ എനിക്ക് തോന്നുന്നു 6-7 മാസമായിട്ട് തന്നെ ധാരാളം ലോഡ് സ്റ്റോണുകളാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഈ കാണുന്ന കോൺക്രീറ്റ് പോർഷൻ നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് ക്രെയിൻ ഉപയോഗിച്ച് കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകളാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ധാരാളം ലോറികൾ കാണാൻ സാധിക്കുന്നുണ്ടോ. സ്റ്റോണുമായിട്ട് ലോറികൾ വരുന്നുണ്ട്. സ്റ്റോൺ എടുക്കാൻ ഈ പറയുന്ന യാർഡെന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ കണ്ടോ, യാർഡെന്ന് പറയുന്നത് ഡംപിങ് യാർഡെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ട. ഈ ഭാഗത്തെല്ലാം ഇത് തരംതിരിച്ചുള്ള സ്റ്റോണുകളാണ്. കാരണം ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ബ്രേക്ക് വാട്ടർ എങ്ങനെയാണെന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ആ സ്ട്രക്ചർ വരുന്നതെന്ന് നമുക്ക് അറിയാനായി സാധിക്കും. അപ്പോൾ ആ രീതിക്ക് അത് വർക്ക് നടക്കുന്നതിന് ഘട്ടം ഘട്ടമായിട്ടുള്ള സ്റ്റോണുകൾ ആവശ്യമായിട്ടുണ്ട്. പല തരത്തിലുള്ള സ്റ്റോൺ ആവശ്യമായിട്ടുണ്ട്. അതിനുള്ള സ്റ്റോണുകളാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വലിയൊരു മല എന്ന് വിശേഷിപ്പിക്കാൻ പോകുന്ന ആ സ്റ്റോണിന്റെ അടുത്തേക്ക് നമ്മുടെ ഡംപ് ചെയ്ത ലോറികൾ ഇപ്പോൾ പോർട്ടിലേക്ക് ദിനം പ്രതിയായിട്ട് 100 കണക്കിലാക്കാവുന്ന ലോഡായിട്ടാണ്, അതായത് 100 കണക്കിന് സ്റ്റോണുമായിട്ടാണ് നമ്മുടെ പോർട്ടിലേക്ക് ലോറികൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന ലിങ്ക് റോഡിന്റെ അപ്ഡേഷൻ എടുക്കുന്ന സമയത്തും നമ്മുടെ ബൈ റോഡിലൂടെ ലോറികൾ പോകുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മുടെ ഈ പറയുന്ന NH66 പോകുന്നവർക്ക് പോർട്ടിന്റെ ഭാഗത്ത് എത്തുമ്പോൾ തന്നെ ആ സൈഡിലേക്ക് ധാരാളം ലോറികൾ ഇപ്പോഴും പാർക്കിങ്ങിലുണ്ട്. കാരണം ഒരു നിശ്ചിത സമയത്തിലാണ് ആ ലോറികളെല്ലാം കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ പോയാൽ കാണാൻ സാധിക്കും. അങ്ങനെ എത്തുന്ന ആ സ്റ്റോണുകളാണ് ഇപ്പോൾ നമുക്ക് വലിയൊരു മല പോലെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള യാർഡിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ. ഇത് നമുക്ക് നമ്മളെ മുന്നിൽ വന്ന നേരത്തെ കണ്ട ലോറികൾ, അതുപോലുള്ള ലോറികൾ ധാരാളമായി ഈ പറയുന്ന വലിയൊരു യാർഡിലേക്ക് ലോറി കയറി പോകുന്നതാണ്. ഇത് സ്റ്റോണുമായിട്ട് വരുന്ന ലോറികളാണ്. ഇങ്ങനെ സ്റ്റോണുമായിട്ട് വരുന്ന ലോറികളും സ്റ്റോണുമായിട്ട് പോർട്ടിലേക്ക് പോകുന്ന ലോറികളും കാണാം. ഏറ്റവും മുകളിലൊരു ഹെവി എക്സ്കവേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്തു നിന്നാൽ നമുക്ക് വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിനാൽ ഓരോ വിഷ്വലും വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല നല്ലൊരു സൂമിംഗ് ഉള്ള ക്യാമറയും എൻ്റെ കയ്യിലുണ്ട്. മാക്സിമം നമുക്ക് സൂമിങ്ങിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തുകൊണ്ടായാലും നമ്മൾ വളരെ ദൂരം എന്നാൽ കണ്ണുകൊണ്ട് നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കില്ല. നല്ലൊരു സൂമിങ് ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ടോ, അത്രയും വലിയൊരു മല പോലെ അല്ലെങ്കിൽ യാർഡിൽ നമുക്ക് നല്ലൊരു സ്റ്റോറേജിന് നമുക്കുണ്ട്. ഇതാണ് നമ്മുടെ മുന്നിലുള്ള സ്റ്റോറേജ്. ഇനി നമുക്ക് അടുത്ത് പോകേണ്ടത് നമുക്ക് നമ്മുടെ ഈ കാണുന്ന പോർട്ട് ഓഫീസ് ബിൽഡിംഗ് കാണാൻ സാധിക്കും. അതുമാത്രമല്ല കണ്ടെയ്നർ കാണാൻ സാധിക്കും. ഈ പറയുന്ന STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ മുന്നിലുള്ള ഫീഡർ ബസ്സിൽ ഉൾപ്പെടെ കാണാൻ സാധിക്കും. ഇതാ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സ്പ്ലിറ്റ് ബാർജ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ട സ്പ്ലിറ്റ് ബാർജാണ് നമ്മൾ ഈ ഭാഗത്തുള്ളത്. ഇതാണ് രണ്ടാമത്തെ സ്പ്ലിറ്റ് ബാർജ്. അതായത് 2 സ്പ്ലിറ്റ് ബാർജ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇത് ഇഞ്ചിനുള്ള സ്പ്ലിറ്റ് ബാർജാണ്. രണ്ടാമത്തെ സ്പ്ലിറ്റ് ബാർജാണ് ഇതാ മുന്നിലുള്ളത്. കണ്ടോ, ഏകദേശം 2 സ്പ്ലിറ്റ് ബാർജിൻ്റെയും ലെന്ത് വന്നിട്ട് ഏകദേശം 68 മീറ്റർ തന്നെയാണ്. ബർത്ത് വന്ന് 15 മീറ്റർ ആണ്. കണ്ടോ, ഇങ്ങനെ 2 സ്പ്ലിറ്റ് ബാർജ് പെയിൻ്റൊക്കെ അടിച്ച് വളരെ ഭംഗിയായിട്ടുണ്ട്. അതായത് ഉടൻ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോർട്ടിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. ട്രയൽ റണ്ണാണ് നടക്കുന്നതെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല വളരെ ദൂരെയായിട്ട് നമുക്ക് ഒരു ടഗ് വരുന്ന കാണാൻ സാധിക്കും. കാരണം ഈ ടഗ് നമുക്ക് എല്ലാവർക്കും അറിയാം, പോർട്ടിലെ വെള്ള കുതിരകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന
വലിയ ടഗുകളാണ്. 4 ടഗുണ്ട്. ഡോൾഫിൻ 26, 27, 28, 29 ഇങ്ങനെ 4 ടഗുണ്ട്. അതിലൊരു ടഗാണ് സൈഡിലൂടെ പോകുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്കാണ് പോകേണ്ടത്. അടുത്തൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ടഗിനെ നമുക്ക് എവിടെ എത്തിയെന്ന് നമുക്ക് നോക്കാം. ഇതാ നമ്മുടെ മുന്നിൽ ആ ടഗ് എത്തിയിരിക്കുന്നു. കാരണം നമ്മൾ പലപ്പോഴായിട്ട് ഈ ടഗിനെ വീക്ഷിക്കുന്നത് നമ്മുടെ കപ്പലിനെ പുറംകടലിൽ നിന്നും അകത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒന്ന് നമ്മുടെ ഈ പോർട്ടിലെ പൈലറ്റ് പോകുന്ന ടഗ്, അതുമാത്രമല്ല ഹെവി റോപ്പ് ഉപയോഗിച്ച് ടൈ ചെയ്ത് കൺട്രോളായിട്ട് നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിപ്പിക്കുന്ന ടഗുകളാണ്. അല്ലെങ്കിൽ നമ്മുടെ പോർട്ടിലെ പടക്കുതിരകളെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ടഗാണ് നമ്മുടെ ഏറ്റവും അടുത്ത് തന്നെയുള്ള ഡോൾഫിൻ 26 ആണത് ഉണ്ടോ. അപ്പോൾ ഈ ടഗും ഇവിടെ വരുന്ന എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞത് ബാർജിൻ്റെ അടുത്ത് വരികയായിരിക്കും. ബാർജിനെ കുറച്ച് തള്ളി മാറ്റാനോ അല്ലെങ്കിൽ കുറച്ച് പുള്ളി ചെയ്ത് മാറ്റാനോ അങ്ങനെ പിക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യത്തിനും നമ്മുടെ ഈ ടഗുകൾ സഹായിക്കാറുണ്ട്. ഈ പറയുന്ന ബാർജിന് വേണ്ടി ചെറിയൊരു ടഗ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ചെറിയ ടഗുമുണ്ട്. എന്നാലും കുറച്ച് അത്യാവശ്യം, അതായത് വലിയൊരു പുള്ളിങ്ങിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഈ ബാർജുകൾ വരാറുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ തൊട്ട് അടുത്താണ്, ഏറ്റവും അടുത്തുള്ള വിഷ്വലാണ്, അടുത്തുനിന്ന് തന്നെയാണ് ഈ ബാർജ് കാണുന്നത് കേട്ടോ. നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ പൊസിഷൻ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 തരം ബാർജ് ഉണ്ടെന്ന്. അതിലൊരു ബാർജാണ് ഇതാ മുന്നേ പോകുന്നത്. അത് സ്പ്ലിറ്റ് ബാർജ് തന്നെയാണ്, പക്ഷേ എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് ഈ ചെറിയ ടഗ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റില്ല. ഏകദേശം 25 മീറ്ററോളം നീളമുള്ള ടഗാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ പോകുന്നുണ്ടോ. ഈ ടഗിലെ ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷമാണ് മറൈൻ ഡംപിങ് നടത്തുന്നത്. കടലിലൂടെ പോയിട്ട് കല്ല് ഡംപ് ചെയ്യുന്നതാണ് മറൈൻ ഡംപിങ് എന്ന് പറയുന്നത്. അത് നടത്തുക. അത് നമുക്ക് സ്പ്ലിറ്റ് ബാർജ് ഒന്ന് നോക്കാം. ഇപ്പോൾ ടഗ് ബോട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിലറിലായതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് അങ്ങോട്ട് പോകാത്തത്. അല്ലെങ്കിൽ നമ്മുടെ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ എപ്പോഴും, അതായത് ഒരു സ്പ്ലിറ്റ് ബാർജ് പോയി കഴിഞ്ഞാൽ, ഇഞ്ചിൻലെസ് ബാർജ് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ബാർജ് വരേണ്ടതാണ്. ഇതാ ഇപ്പോൾ ഹെവി റോപ്പ് ടൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും സ്പ്ലിറ്റ് ബാർജ് തന്നെയാണ്. ഇതിൽ ഇഞ്ചിനില്ല. ഇങ്ങനെ ഇഞ്ചിനുള്ള സ്പ്ലിറ്റ് ബാർജും ഇഞ്ചിനിലില്ലാത്ത സ്പ്ലിറ്റ് ബാർജുമുണ്ട്. ഇനി ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജ് അല്ലാതെ സാധാ ബാർജുമുണ്ട്. അതാണ് നമ്മൾ തൊട്ട് മുന്നേ നേരത്തെ കണ്ട ബാർജ്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അത് അങ്ങനെ 3-4 ടൈപ്പ് ബാർജ് മാത്രമുണ്ട്. മറൈൻ ഡംപിങ്ങിന് വേണ്ടിയാണ് ഈ ബാർജുകൾ ഉപയോഗിക്കുന്നത്. വളരെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വളരെ നിശ്ചിത ദൂരത്തേക്ക് വേണ്ടി മാത്രമാണ് ഇത് പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ബാർജ് എന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് വളരെ ദൂരെ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 10 നോട്ടിക്കൽ മൈൽ സ്പീഡിലൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു 5, 6, 7 നോട്ടിക്കൽ അല്ലെങ്കിൽ 5 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ തന്നെ ആയിരിക്കും. ഇത് ഇപ്പോഴും ഈ പറയുന്നത് കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയാണ് ഇരിക്കുന്നത്. വളരെ ദൂരത്തിൽ ഒന്നും പോകാറില്ല. ഇതുപോലെ റോപ്പ് ടൈ ചെയ്തതിന് ശേഷമാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ടഗിനെ നമുക്ക് ഒന്നുകൂടി നോക്കാം. സ്പ്ലിറ്റ് ബാർജ് നമ്മുടെ മുന്നിലുണ്ട്. ഇനി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബിലൂടെ എത്ര ദൂരമാണ് മെഷർമെന്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നും ഈ പറയുന്ന വർക്ക് നടക്കുന്ന ഉൾപ്പെടെ നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, അതിന് എക്സാമ്പിളാണ് പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വർക്ക് അപ്ഡേഷന്. ഇതാണ് നമ്മുടെ ഡോൾഫിൻ 26 എന്ന് പറയുന്ന ടഗ്. കാരണം നമുക്ക് ഈ തോന്നുന്നു തൊട്ടടുത്തുള്ള ഈ ബാർജിൽ ഒന്ന് തള്ളി മാറ്റാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അത്യാവശ്യത്തിനായിരിക്കും ഇത് വന്നിട്ടുള്ളത്. എന്ത് പർപ്പസ് നമുക്കറിയില്ല. നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കുന്ന ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ആ ടഗ് കാണാനായി സാധിക്കും. നമ്മുടെ ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം ടഗുകളും ബാർജുകളുമുണ്ട്. ഈ ബാർജുകളെല്ലാം സ്പ്ലിറ്റ് ബാർജ് അല്ല, സാധാ ബാർജുകളാണ്. ഇത് ഓരോ സ്റ്റോണും, അതായത് നമ്മുടെ ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള ഓരോ ഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകളും ഓരോ ബാർജിലായിരിക്കും ഇത് കൊണ്ടുപോകുന്നത്. ഒരേ പർപ്പസിന് വേണ്ടി തന്നെയാണെങ്കിലും അതിന് സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വർക്ക് നടക്കുന്നതിന് വേണ്ടിയാണ് പല രീതിയിൽ സ്റ്റോൺ അവിടെ എത്തിച്ച് ബ്രേക്ക് വാട്ടർ വർക്കുകൾ നടക്കുന്നത്. അങ്ങനെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത 2960 മീറ്റർ ബ്രേക്ക് വാട്ടറാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് 1 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇത്രത്തോളം, ഈ 2960 മീറ്ററും നമ്മൾ ഡംപ് ചെയ്തപ്പോഴും ഇത്രത്തോളം ആഴം തന്നെ ഉണ്ട്. അതായത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഈ കാണുന്ന പോർട്ടിനോട് സൈഡോട് ചേർന്നിട്ട് തന്നെ ആഴക്കടൽ പോർട്ടാണ്. ഉള്ളിലോട്ട് ഇറങ്ങുമ്പോഴല്ല, ഈ സൈഡിലോട് ചേർന്നിട്ട് ആഴക്കടൽ പോർട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇതൊരു ചെറിയ ടഗാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഹെവി, അതിൽ സ്റ്റാഫ്, നമുക്കിപ്പോൾ അതിലെ ക്രൂ മെമ്പേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ് എന്ന് പറയുന്ന സ്റ്റാഫ് ഹെവി റോപ്പ് ഇതുപോലെ ടഗിൽ ടൈ ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ പറയുന്ന പുള്ളി ചെയ്ത് കൊണ്ടുപോകുന്നത്. അതൊന്ന് ഞാൻ കാണിച്ച് തൊട്ടടുത്തായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനായി സാധിക്കും ഉണ്ടോ. ഇങ്ങനെ ഇതേപോലെ ഹെവി റോപ്പ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഉണ്ടോ. ഇതുപോലെ നമ്മുടെ ഈ പറയുന്ന പോർട്ടിൻ്റെ സൈഡിലായിരുന്നെങ്കിൽ നമ്മൾ ബൊളാറ്റ്സ് എന്ന് പറയും. അതുപോലെ ചെറിയൊരു പോർഷനുണ്ട് ഇതിൽ നിന്ന് ടൈ ചെയ്യാൻ വേണ്ടി, റോപ്പ് ടൈ ചെയ്യാൻ വേണ്ടി ടൈ ചെയ്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും കേട്ടോ. ഇത് ആദ്യമാർക്ക് നമ്മളെ ഈ പോർട്ടിൻ്റെ വർക്ക് വന്നപ്പോഴാണ് ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ രീതികളൊക്കെ നമ്മൾ കാണുന്നത്. നേരത്തെ നമ്മൾ
യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നമ്മൾ വേറെ ഇതിലൊക്കെ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് നമുക്കിപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. നമ്മുടെ പോർട്ട് വരുന്നതോടൊപ്പം പോർട്ടിലെ കൺസെഷനും നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമ്മുടെ പോർട്ടിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. രാജ്യത്തിൻ്റെ പല ഭാഗത്ത് പോർട്ടിൻ്റെ വർക്കുകൾ നടക്കുമ്പോൾ വീഡിയോയിൽ കാണുന്ന അതേ സംഭവം നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം നല്ലത് എനിക്കുമുണ്ട്, ആ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു ഈ വീഡിയോ കണ്ടവർക്ക്. അതുമാത്രമല്ല സെക്കൻഡ് ഫേസിന്റെ വർക്കുകൾ ഇപ്പോൾ നമ്മൾ 2 ഫേസ് ആയിട്ടാണ് വർക്കുകൾ പറയുന്നത്, ഫസ്റ്റ് ഫേസ് ആൻഡ് സെക്കൻഡ് ഫേസ്. പക്ഷെ ആദ്യകാലങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്, ഫോർത്ത് ഫേസ്. അങ്ങനെ ഫോർത്ത് ഫേസിൽ 2048 കൂടിയാണ് 2 കിലോമീറ്റർ ബെർത്തും ഏകദേശം 4000 മീറ്റർ അല്ലെങ്കിൽ 4 കിലോമീറ്റർ ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അത് സത്യമാണ്. ഇപ്പോൾ ആരും സെക്കൻഡും തേർഡും ഫോർത്തും ഫേസ് എന്ന് പറയാറില്ല. സെക്കൻഡ് ഫേസ് എന്ന് പറയാൻ കാരണം സെക്കൻഡും തേർഡും ഫോർത്തും ഫേസ് കൂടി ചേർന്നിട്ട് 2028 കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനൊരു സപ്ലിമെന്റ് കരാർ തന്നെ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2048 വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്ക് 2028 കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് ഈ പറയുന്ന സെക്കൻഡും തേർഡും ഫോർത്തും ഫേസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഫേസിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ഫേസിൽ വർക്കും 2028 കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്പ്ലിറ്റ് ബാർജിന്റെ ഏറ്റവും ടോപ്പ് പോർഷൻ കാണാൻ സാധിക്കും. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതാണ് ആ സ്പ്ലിറ്റ് ബാർജ്. ഇനി നമ്മൾ ഈ കാണുന്ന ഇഞ്ചിൻലെസ് ബാർജ്, 2 ഇഞ്ചിൻലെസ് ബാർജ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ടെക് ബോട്ട് കാണാൻ സാധിക്കും. ഈ ഇഞ്ചിൻലെസ് ബാർജിനെ ഇനി പുള്ളി ചെയ്ത് കുറച്ച് മാറ്റം നമുക്ക് ഇവിടെ നേരിട്ട് കാണാവുന്നതാണ് കേട്ടോ. അങ്ങനെ നേരിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇതെത്തി അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ പറയുന്ന 2 ചെറിയ ടെഗ് ഉപയോഗിച്ച് ഈ സ്പ്ലിറ്റ് ബാർജിനെ പൂർണ്ണമായിട്ടും തിരിക്കുന്നതാണ് കാണാൻ. ലോഡ് ഏകദേശം കംപ്ലീറ്റ് ഫുൾ ആയിട്ടില്ല. കാരണം അങ്ങനെ ഇതിപ്പം ഈ ബാർജിൽ ഇപ്പം മാക്സിമം ഈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ പറയുന്ന 4.3 പക്ഷേ ഇപ്പോൾ ട്രയൽ റൺ ആയത് കാരണം വളരെ കുറച്ച് സ്റ്റോൺ മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ കണ്ട ഡംപിങ് ലോറികൾ നിങ്ങൾ കണ്ടിരുന്നു, 1-2 ലോഡ് വളരെ കുറച്ചേ ഉള്ളൂ. കാരണം ട്രയൽ റൺ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അല്ല. ഈ പറഞ്ഞ ബാർജ് പൂർണ്ണമായിട്ടും താന്ന് നല്ലൊരു ലോഡിലായിരിക്കും ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രയൽ റൺ ആയതുകൊണ്ടാണ് അങ്ങനെ പോകാത്തത്. ഇങ്ങനെയാണ് ഈ സ്പ്ലിറ്റ് ബാർജ് പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്നുണ്ടോ. അതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ്. മറൈൻ ഡംപിങ് ഒക്കെ നമുക്ക് വളരെ നേരിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇങ്ങനെ സ്പ്ലിറ്റ് ബാർജ് തിരിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ ബാർജിന്റെ മുന്നിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന 2 പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാണ് കടലിൽ പോയിട്ട് ഇത് രണ്ടും ഉള്ളിലേക്ക് മാറുമ്പോൾ നമ്മുടെ ബാർജിലുള്ള സ്റ്റോൺ പൂർണ്ണമായിട്ടും നമ്മുടെ കടലിലേക്ക് പോകും. അത് പോകുന്നതിന് മുന്നേ ആയി നമുക്കവിടെ പൊസിഷൻ ബാർജുണ്ട്. ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം പൊസിഷൻ ബാർജ്. ആ പൊസിഷനിൽ കറക്റ്റ് പൊസിഷനിൽ വന്ന് നിന്നിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് സ്റ്റോൺ പോകുന്നത്. ഏകദേശം 20 മീറ്റർ ആഴത്തിലേക്കാണ് കല്ലുകൾ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ബ്രേക്ക് വാട്ടർ ആവട്ടെ ഏകദേശം ഏറ്റവും ടോപ്പ് പോർഷനിൽ 10 മീറ്റർ വീതിയുള്ള റോഡ് ഉണ്ടെങ്കിൽ ഇതിന്റെ 10 ടൈംസ് കൂടുതലായിരിക്കും. ഏകദേശം 100-110 മീറ്റർ എങ്കിലും പിന്നെ ഇത് ഈ പറയുന്ന ലെന്ത് അല്ലെങ്കിൽ വിഡ്ത്ത് കാണും നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ ഏറ്റവും ഉള്ളിലായിട്ട്. 20 മീറ്ററിന്റെ അവിടെ എത്തുമ്പോൾ ഏകദേശം 100-110 മീറ്റർ എങ്കിലും കാണുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രക്ചർ ഇങ്ങനെ വരുള്ളൂ, ഉറപ്പായിട്ട് കാണും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ കാണുന്നത് സ്പ്ലിറ്റ് ബാർജ് കണ്ടോ, പൂർണ്ണമായിട്ടും ഈ ടെഗ് ഉപയോഗിച്ച് മാറ്റുന്ന കാഴ്ച ഉണ്ടോ. ഇങ്ങനെയാണ് അത് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് വളരെ ഫാസ്റ്റിൻ്റെ 10 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് പോകാനായി സാധിക്കുക. ആ ഒരു സ്പീഡിൽ അവിടെ എത്തുന്നതായിരിക്കും. അതായത് നമ്മുടെ പോർട്ടിന്റെ വർക്കുകൾ നടക്കുന്ന സമയത്ത്, ഫസ്റ്റ് ഫേസിന്റെ വർക്കുകൾ നടക്കുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ ഇതുപോലെ സ്പ്ലിറ്റ് ബാർജ് തിരിഞ്ഞു പോകുന്ന വിഷ്വലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ചെറിയൊരു മൊബൈലാണ് കയ്യിലുണ്ടായിരുന്നത്, ലൈവ് റെക്കോർഡിംഗ് തന്നെയാണ്. അപ്പോൾ അത്രത്തോളം ക്ലാരിറ്റി ഇല്ലായിരുന്നു ഈ വിഷ്വലിനൊന്നും. കാരണം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ക്ലാരിറ്റി ഇല്ല. സ്പ്ലിറ്റ് ബാർജ് എന്നുള്ള സ്പ്ലിറ്റ് ബാർജിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലേബലിംഗ് ഒന്നും കണ്ടോ, സ്പ്ലിറ്റ് ബാർജിന് വളരെ വ്യക്തമായിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിട്ടുള്ളത് നമുക്കത് കാണാൻ സാധിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ ഡ്രാഫ്റ്റ് ഇപ്പോൾ നമുക്ക് ഡ്രാഫ്റ്റ് ഉൾപ്പെടെ കാണാൻ സാധിക്കുമല്ലോ. ഡ്രാഫ്റ്റ് ഉൾപ്പെടെ ആ വീഡിയോയിൽ കാണാനായി സാധിക്കില്ല. കാരണം അത് ക്ലാരിറ്റി കുറവായിരുന്നു. എങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്നവരുടെ പൂർണ്ണ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ആ ചാനൽ ഇത്രത്തോളം സബ്സ്ക്രൈബർ ആയാലും ഈ ഒരു പോർട്ടിന്റെ അപ്ഡേഷൻ മാത്രമാണ് ഞാൻ ഈ ചാനൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കാരണം പോർട്ട് വർക്ക് അപ്ഡേഷൻ മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നിട്ടും അത് വളരെ വളരെ ഗംഭീരമായിട്ട് തന്നെ എന്ന് പറയാം, നല്ലൊരു റെസ്പോണ്ടോട് തന്നെ മുന്നോട്ട് പോകുന്നു. എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ നല്ലൊരു ക്യാമറ നമ്മളെ കയ്യിലുണ്ട്. നല്ല സൂമിങ്ങിൽ തന്നെ ഈ ക്യാമറ പോകും എന്ന് തന്നെയാണ് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അത് കണ്ട് മനസ്സിലാക്കുക. ഞാൻ പറയാതെ തന്നെ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ആ ടാഗ് ഉൾപ്പെടെ നമ്മുടെ പോർട്ടിലെ എല്ലാ വർക്കും ഉൾപ്പെടെ കപ്പൽ വരുന്ന വിഷ്വൽ ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് നല്ലൊരു ക്യാമറ കയ്യിലുണ്ട്. അന്ന് നിങ്ങൾ തന്ന ഈ പറഞ്ഞ ചെറിയ മൊബൈൽ ഉണ്ടപ്പോഴും തന്ന സപ്പോർട്ടാണ്
പുതിയൊരു ക്യാമറയിലായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ മെയിൻ റീസൺ ആയത്. ഇനിയും തീർച്ചയായിട്ടും പുതിയ പുതിയ വീഡിയോസ് അല്ലെങ്കിൽ പുതിയ പുതിയ പോർട്ടിൻ്റെ അപ്ഡേഷൻസ് നമ്മളെ ചാനലിൽ തീർച്ചയായിട്ടും വരുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞ 2 ഇൻഫർമേഷൻ വീഡിയോസാണ്. ഒന്ന്, നിലവിൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് കണക്ഷൻ റോഡിൻ്റെ വർക്ക് എന്തായി നടക്കുന്നുണ്ടോ. കണക്ഷൻ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്, വീഡിയോയിൽ തന്നെ കണ്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട പോർട്ടിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ മുന്നിൽ കാണുന്ന സ്പ്ലിറ്റ് ബാർജ് ഉൾപ്പെടെ ട്രയൽ റണ്ണാണ് നടത്തുന്നത് എന്നുള്ളതും വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാനായി സാധിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറുള്ള ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടിൻ്റെ എല്ലാ അപ്ഡേഷൻ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.